ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പം എല്ലായിടത്തും ഇതുപോലെ തന്നെ ആയിരിക്കും. രാവിലെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. ഇന്ന് മക്കൾക്ക് എക്സാമുള്ളൊരു ദിവസമാണ്. കേശുവിന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. മോൾക്ക് രാവിലെ പോകണം, അവൾക്ക് വൈകുന്നേരം വരെ ഉണ്ട്. രാവിലെ ഞങ്ങൾക്ക് ഇവിടെ പാല് വന്നിട്ടുണ്ട്, അതെടുക്കാൻ വേണ്ടി പോയതാണ്. മോൾക്ക് ഒരു 9:15 ആകുമ്പോഴത്തേക്കും പോയാൽ മതി. രണ്ടുപേരും എഴുന്നേറ്റിട്ടുണ്ട്, അവിടെ ഇരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങിയത്. പുറത്തിറങ്ങിയപ്പോൾ പാലും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലും എടുത്തുകൊണ്ട് വന്ന് അവിടെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാല് കാച്ചിയതിന് ശേഷം എന്താ ചായക്ക് വേണ്ടി വെച്ചേക്കുവാണ്. അതിൽ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട്. മോൾ ഇന്നലെ ഡയറി എഴുതിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഡയറി എഴുതാൻ വേണ്ടി ബുക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. ഡയറിയാണ് കേട്ടോ അവൾ എടുത്തുകൊണ്ട് വന്നത്. ഞാൻ പറഞ്ഞു വേറെ ബുക്ക് എടുത്തുകൊണ്ട് വരാൻ. അപ്പോൾ അതിൽ എഴുതി കൊടുക്കുമ്പോഴത്തേക്ക് അവൾ അത് നോക്കി അങ്ങ് എഴുതിക്കോളും. സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കാനാണ് ചെയ്യാറുള്ളത്. പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അത് കേട്ടങ്ങ് എഴുതും. ശരിക്കും അതാണ് നല്ലത്. നമ്മൾ നോക്കി എഴുതുന്നതിനേക്കാളും പറഞ്ഞു കൊടുത്ത് എഴുതുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതൽ അക്ഷരങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, അതിൽ അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മോൾക്ക് ഡയറി എഴുതി കൊടുക്കുകയാണ്. എല്ലാ ദിവസവും ഒരേ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് മടുപ്പ് തോന്നാറുണ്ടോ? സാധാരണ വീട്ടമ്മമാർക്ക് അങ്ങനെ തോന്നാറില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് തന്നെയാണ് എല്ലാവരും ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണമല്ലോ, വേറെ ആരാണ് വന്ന് ചെയ്തു തരാനുള്ളതല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും ഒരേ ജോലികൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോഴെങ്കിലും മടുപ്പ് തോന്നാറുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എങ്ങനെ ആ ഒരു കാര്യം മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളാണ് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ. ഇത് എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കുക്കിംഗ് നമ്മൾ എല്ലാ ദിവസവും ചെയ്തേ പറ്റുള്ളൂ, അതല്ലാതെ നമുക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അത് എല്ലാ ദിവസവും ചെയ്യണം. പക്ഷേ ക്ലീനിങ്ങിലായിരിക്കും എല്ലാവർക്കും മടി തോന്നാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ക്ലോത്തൊക്കെ വാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ, ഇപ്പോൾ വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ നമുക്ക് കഴുകാനുള്ള തുണികൾ അത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അത് കഴുകി നല്ല ഡ്രൈ ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ അതെടുത്ത് വിരിച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ മറ്റ് ക്ലീനിങ്ങുകൾ നമുക്ക് മാറ്റി മാറ്റി ചെയ്യാവുന്നതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് മടുപ്പ് തോന്നാറുള്ളത്. ഇങ്ങനെ മടുപ്പ് തോന്നുന്ന സമയത്ത് നമ്മുടെ ദിനചര്യയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് നല്ലതാണ്. ഓരോ ദിവസം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മടുപ്പ് എന്നത് മാറ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ഒരു വിളിയാണെന്ന് മനസ്സിലാക്കുക. വീട്ടുജോലികൾ ഒരു അവസാനമില്ലാത്തതായി തോന്നുമ്പോഴാണ് മടുപ്പ് തോന്നാറുള്ളത്. വീട്ടിനുള്ളിൽ ഒരിക്കലും ഒതുങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും ഒരേ രീതിയിൽ ജോലി ചെയ്യുന്നതിന് പകരം മടുപ്പ് തോന്നുമ്പോൾ ദിവസേന ചെയ്യുന്ന ക്രമം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ തന്നെ എല്ലാ ജോലികളും ചെയ്ത് തീർക്കുന്നതിന് പകരം കുറച്ച് ജോലികൾ വൈകുന്നേരത്തേക്ക് മാറ്റി വയ്ക്കാം. രാവിലെ തന്നെ എല്ലാം ചെയ്ത് തീർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ. രാവിലത്തേക്കാളും ചില സമയങ്ങളിൽ ഞാൻ വൈകുന്നേരമാണ് ആക്റ്റീവായി ഇരിക്കാറുള്ളത്. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് ഉപയോഗിച്ച സാധനങ്ങളെല്ലാം തിരികെ സ്ഥാനങ്ങളിലേക്ക് എടുത്ത് വച്ചിട്ട് കിടന്നാൽ പിറ്റേ ദിവസം നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് വരാൻ സാധിക്കും. നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ കേൾക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനവും ദിവസം 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി മാത്രം മാറ്റി വയ്ക്കണം. അപ്പം വായനയിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അപ്പം വായിക്കുകയോ അല്ലെങ്കിൽ സിനിമ കാണുകയോ പ്രകൃതിയെ ആസ്വദിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും കുഞ്ഞിലെ ചില കാര്യങ്ങളോട് താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അപ്പം മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ഗാർഡനിങ് എന്ന് പറയുന്നത്. പച്ചക്കറികളോ പൂച്ചെടികളോ ഒക്കെ നട്ട് വളർത്തി എടുത്താൽ നമുക്ക് അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നും. പിന്നെ പാചകത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്താം. പിന്നെ ക്രിയേറ്റീവായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ക്രാഫ്റ്റിംഗ്, സ്റ്റിച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ബന്ധുക്കളുമായോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് കുറേ നേരം സംസാരിക്കുന്നതും നമ്മൾ ഈ ബോറടിയൊക്കെ കുറേയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ പുറത്തു പോകുന്നതും മടുപ്പില്ലാതാക്കാൻ നല്ലൊരു മാർഗം തന്നെയാണ്. പിന്നെ നമ്മളെപ്പോഴും നീറ്റായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. മുടിയൊക്കെ ഒന്ന് കോതിക്കെട്ടി നീറ്റായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ എല്ലാ ജോലികളും ഒരാൾ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. മക്കളെയും വീട്ടിലുള്ളവരെയൊക്കെ സഹായത്തിന് നമുക്ക് വിളിക്കാം. നമ്മൾ സന്തോഷത്തോടെ ഇരുന്നാൽ മാത്രമേ നമ്മുടെ വീടും വീട്ടിലുള്ളവരും ഒക്കെ സന്തോഷത്തോടെ ഇരിക്കുകയുള്ളൂ.
കേശുവിന് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മോൻ ഇതാ അവിടെ ടി വിയിൽ അതിനുള്ള ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുന്ന് കണ്ട് കണ്ട് അവസാനം അവൻ അത് തലകുത്തനെ കിടന്നാണ് കാണുന്നത്. ഇപ്പം ഇതാ ഇവിടെ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് മാറാലയൊക്കെ തട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫാനിലുള്ള കുറച്ച് പൊടിയൊക്കെ തട്ടി അവിടെ കുറച്ച് മാറാല ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് തട്ടിക്കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ വീട്ടിലുള്ള പൊടിയൊക്കെ ഒന്ന് മാറി കിട്ടും. ഈ മാറാലയൊക്കെ നമ്മൾ എത്ര അടിച്ചാലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ആഴ്ച തോറും അടിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ ഫാനിൽ ഇത്തിരി പൊടിയുണ്ടായിരുന്നു. അത് മൂക്കിനകത്ത് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു തോർത്തെടുത്ത് കെട്ടിയതാണ്. മാസ്ക് എടുക്കാൻ വേണ്ടി പോയില്ല. ഇവിടെ കസേരയിൽ ഒരു തോർത്ത് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ എടുത്ത് അങ്ങോട്ട് കെട്ടി. ഇനി ഇവിടെ ഒന്ന് അടിച്ചു വരെയും കൂടെ ചെയ്താൽ മതി. ഇന്ന് രാവിലെ ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ തേച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ എന്താ അവിടെ ബെഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതൊന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ തൂക്കാൻ ഇറക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. കൈയോടെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങ് കിടക്കും. പുറത്തോട്ട് തേച്ചുകൊണ്ട് വരുന്നത് കൊണ്ട് തന്നെ എനിക്കതൊരു എളുപ്പമുണ്ട്. പിന്നെ അതെടുത്ത് വച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെ ഈ ബെഡ്റൂമും കൂടെ നല്ലോണം ഒന്ന് അടിച്ചു വരണം. ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആളുടെ പേര് ഓർമ്മയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ. ഇനി ഇവിടെയും കൂടെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞിട്ട് എനിക്ക് കിച്ചണിൽ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ട്. അപ്പം കറികളെല്ലാം വച്ചിട്ടില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മക്കളെ കൂടെ പഠിപ്പിക്കാനും അതിനും ഇതിനുമൊക്കെ പോയതുകൊണ്ട് എനിക്ക് കിച്ചണിലെ ജോലികൾ പെൻഡിങ് ആയിട്ടുണ്ട്. ഇനി തോരനും കൂടെ വച്ചാൽ മതി. രാവിലത്തെ സാമ്പാറുണ്ട്. രാവിലെ ഞങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു. അപ്പം ഇതും കൂടെ ഇനി വച്ചാൽ മതി. മോന് പോകാൻ സമയമായി വന്നിട്ടുണ്ട്. അവൻ അവിടെ റെഡിയായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. തോരന് വേണ്ടിയുള്ള അടപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇനി അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി. കേശുവിന് ചോറൊക്കെ കൊടുത്തിട്ട് മോൻ സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഒരു 12:45 ആയപ്പോഴത്തേക്ക് മോൻ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്രസ്സൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പം ഡ്രസ്സൊക്കെ കഴുകി അങ്ങ് വിരിച്ചിട്ടുണ്ട്. അന്നെന്നുള്ളത് അന്നന്ന് കഴുകിയില്ലെങ്കിൽ പിന്നെ ഇരട്ടി പാടാണ് കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തെ കാര്യമാണ്. മക്കൾ രണ്ടുപേരും എക്സാമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുണ്ട്. മോൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ കുഞ്ഞ് കൊടുത്താണ് കേട്ടോ ഈ ക്രയോണ്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ദേവുട്ടി വന്നത്. ദേവുട്ടിയുടെ സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ മുറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. മക്കൾ വന്ന സമയത്ത് ഞാൻ കുളിക്കാൻ വേണ്ടി റെഡിയായിട്ട് അങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ മക്കൾ വന്നതുകൊണ്ട് ആ സമയത്ത് ഞാൻ പോയില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയത്. മക്കൾക്ക് 2 പേർക്കും ഒന്ന് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൂത്തിട്ടൊക്കെ വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞു ഇട്ട് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അധികം എരിയുള്ളതല്ല. എരിയുള്ളതാകുമ്പോഴത്തേക്കും അവർ കഴിക്കാൻ വേണ്ടി മടിക്കും. പിന്നെ മയണൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. മയണൈസിന് വേണ്ടി ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും ഒരു 1/2 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നും അടിച്ചെടുക്കുകയാണ്. ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പം മയണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബ്രെഡിനെ എടുത്ത് ഈ മുട്ടയിൽ മുക്കിയിട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരുപാട് നേരം മുട്ടയിൽ മുക്കി വെച്ചിരുന്നാൽ അത് അങ്ങ് കുതിർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് മുക്കി അങ്ങോട്ട് കല്ലിലേക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തതിന് ശേഷം ഇനി അതിൻ്റെ പുറത്ത് കുറച്ച് മയണൈസും കൂടെ തേച്ചിട്ട് മക്കൾക്ക് 2 കൂടെ കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ഓരോരോ പരീക്ഷണങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം അവർക്കും സന്തോഷമുണ്ട്. ഇഷ്ടത്തോടെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്കും സന്തോഷം കിട്ടാറുണ്ട്. സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ബ്രെഡ് അതിൻ്റെ പുറത്ത് വെച്ച് മയണൈസൊക്കെ ചേർത്തൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പം ഈ രീതിയിൽ മുട്ടയിൽ മുക്കി പൊരിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.